എൻ്റെ ഒരു സമ്പാദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് ഈ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുമെങ്കിലും പല ഫണ്ടുകളും നമുക്ക് ഇടയ്ക്ക് വെച്ച് വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുന്നത്, എന്ത് കാരണം കൊണ്ട്? പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പി മങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പി മങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു ഗോളിന് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ഞാൻ 2 ഗോളുകൾക്കാണ് നിക്ഷേപിക്കുന്നത്. ഒന്ന് എൻ്റെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, 2 കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ 2 കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള സെറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 2 ഗോളുകളും ലോങ് ടേം ഗോളുകളായതുകൊണ്ട് അതിൽ നിന്ന് കാര്യമായിട്ട് പിൻവലിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ള പല ഗോളുകൾക്കും വേണ്ടി നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്തപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ആ ഗോളുകൾ എത്തുന്ന സമയത്ത് അതിൽ നിന്ന് പിൻവലിക്കാറുണ്ട്. ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് പൈസ പിൻവലിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോള് എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഗോള് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടൊക്കെയാണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് പൈസ പിൻവലിക്കാറുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കാർ വാങ്ങുന്നതിനായിട്ട് ഒരു 5 വർഷമായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണെന്ന് കരുതുക. കാർ വാങ്ങുന്നതിന് 1 വർഷം മുമ്പ് തന്നെ നമുക്കതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയടിക്കൊക്കെ പൈസ മാറ്റി വെച്ച് ഒരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗോളുകൾ നടത്തുന്നതിനും മാർക്കറ്റിൽ വരുന്ന ചാഞ്ചാട്ടങ്ങൾ നമ്മളുടെ ഗോൾ എമൗണ്ടിനെ കാര്യമായിട്ട് ബാധിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാവുന്ന. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗോളിനെ അടുത്തെത്തുമ്പോൾ നമ്മൾ പിൻവലിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ തെറ്റായിട്ടുള്ളൊരു ഫണ്ട് നമുക്ക് യോജിക്കാത്തൊരു ഫണ്ടാണ്, പക്ഷേ നമ്മൾ എന്തോ കാരണവശാൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്മാറുക. അതിനായിട്ട് നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് അത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുക എന്നുള്ളതാണ് കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നഷ്ടം എത്രയും പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ചിട്ടുള്ള ഒരു തീരുമാനം. അല്ലാതെ നമ്മളത് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടം കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ളൊരു ഫണ്ട് സെലക്ഷൻ നടത്തിയിട്ടുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് കണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ മുൻപൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 2003-2004 കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് മ്യൂച്വൽ ഫണ്ട്. ആ സമയത്ത് ബ്രോക്കർ വഴി മാത്രമേ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2013 ആയപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഫണ്ടുകളും കൂടെ വന്നു. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഫണ്ടുകൾ കൂടുതൽ കമ്മീഷൻ ആളുകൾക്ക്, ഇത് നമ്മൾ ചേർത്തിയ ആളുകൾക്ക് കമ്മീഷൻ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ ഈ റെഗുലർ ഫണ്ടുകളിൽ നിന്ന് ഡയറക്റ്റ് ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്തു. സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ മ്യൂച്വൽ ഫണ്ട്, അതായത് നമ്മൾക്ക് റെഗുലർ ഫണ്ടുകൾ നമ്മളുടെ ബ്രോക്കർ തന്നിട്ടുള്ള റെഗുലർ ഫണ്ടുകൾ വിറ്റിട്ട് അതേ ഫണ്ടുകളിൽ തന്നെ ഡയറക്റ്റ് എടുക്കുക എന്നുള്ളതാണ് സ്വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് ആണ് ഞാൻ മൂന്നാമതായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് അലോക്കേഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സമ്പത്തിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക. അതായത് നമ്മൾക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന കാര്യങ്ങൾ, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, മറ്റുള്ള ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു അലോക്കേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളുടെ ഗോളുകൾക്ക്, ഓരോ ഗോളിനും കൃത്യമായിട്ടുള്ള ഒരു അലോക്കേഷൻ ഉണ്ടാവണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഒരു 4 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ 3 കോടി രൂപ ഇക്വിറ്റിയിലും 1 കോടി രൂപ ഡെറ്റ്, അതായത് ഫിക്സഡ് ഇൻകം കിട്ടുന്ന കാര്യത്തിലും ആക്കുക എന്നുള്ളതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇക്വിറ്റി, അതായത് നമുക്ക് സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടുകളും 4 കോടിയിൽ കൂടുതൽ, വളരെ കൂടുതലും ഇക്വിറ്റി അല്ലാത്ത പോർഷൻ, അതായത് ഡെറ്റ് പോർഷൻ വെറും ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഇക്വിറ്റി പോർഷനിൽ നിന്ന് പൈസ ലാഭമെടുത്ത് നമ്മൾക്ക് ഡെറ്റ് പോർഷൻ, അതല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം പോർഷൻ കൂട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ ആ ബാലൻസ് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പൈസ മാറ്റി കുറഞ്ഞ അളവുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുക. അതിന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും പല ഫണ്ടുകളും വിറ്റിട്ടുണ്ട്. അഞ്ചാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അണ്ടർ പെർഫോമൻസ്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ തിരക്ക് പിടിച്ച് വാങ്ങുന്ന സിറ്റുവേഷൻ ഇല്ല. നമ്മൾ മിക്കവാറും നല്ല സ്റ്റഡിയൊക്കെ നടത്തിയിട്ടേ പലപ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാറുള്ളൂ. പക്ഷേ എങ്കിലും പല മ്യൂച്വൽ ഫണ്ടുകളും നമ്മളെ നിരാശപ്പെടുത്താറുണ്ട്. അപ്പോൾ നിരാശപ്പെടുത്തുന്ന ഫണ്ടുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുണ്ടെങ്കിലും നമ്മൾ ഒറ്റയടിക്ക് അതിനെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് നമ്മൾ ആദ്യമേ SIP ചെയ്യുന്നൊരു ഫണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ SIP ഒഴിവാക്കും. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ സമയം കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫണ്ടുകളിൽ നിന്ന് പൈസ പിൻവലിച്ച് മറ്റുള്ള ഫണ്ടുകളിലേക്ക് എടുക്കുക. അപ്പോൾ
അണ്ടർ പെർഫോമൻസ്, അതായത് അണ്ടർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിൻ്റെ അതേപോലുള്ള മറ്റു ഫണ്ടുകളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തേക്കാൾ കുറവാവുക, അല്ലെങ്കിൽ അതിൻ്റെ ബെഞ്ച് മാർക്കായിട്ടുള്ള നിഫ്റ്റിയോ സെൻസെക്സോ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഇൻഡെക്സോ പോലുള്ള കാര്യങ്ങളിലേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഫണ്ടുകളെ നോക്കി വയ്ക്കുകയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ അണ്ടർ പെർഫോം ചെയ്യുന്ന ഫണ്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.